ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്ബോർഡ് മക്കളെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എജ്ബോർഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പോൾ ഗവൺമെൻറ് സർക്കുലറും കാര്യങ്ങളൊക്കെ വന്നു. +2കാർക്കുള്ള ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ വരെ വന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ +1ക്ക് എത്തിയിട്ട് ഏകദേശം ഒരു 2 മാസത്തോളമായി നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് 2 മാസം ആവാനായി എന്ന് പറയാം. പക്ഷേ ഈ 2 മാസം കഴിഞ്ഞ ജൂൺ 18 ക്ലാസ് തുടങ്ങുന്നു, അടുത്ത ഓഗസ്റ്റ് 18 2 മാസമാകുമ്പോഴേക്ക് ഓണപ്പരീക്ഷ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മെയിൻ ഡൗട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ഇതായിരുന്നു, നിങ്ങൾക്ക് ഓണപ്പരീക്ഷ ഉണ്ടാകുമെന്ന് അല്ലേ. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ പറയാൻ പറ്റുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഓണപ്പരീക്ഷ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് എനിക്കറിയാം. കാരണം അതിന് ഓണപ്പരീക്ഷ നടത്തുന്ന പോലെ നമ്മുടെ സ്കൂളിലൊക്കെ മുൻപുണ്ടായിരുന്ന പോലുള്ള ഒരു പരീക്ഷ നിങ്ങൾക്കില്ല. ആദ്യമേ അതറിയാലോ, എല്ലാവർക്കും അറിയുന്ന ഫാക്റ്റാണ്. ഓണപ്പരീക്ഷ എന്ന പേരിൽ നിങ്ങൾക്കില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തായിരിക്കും, ഒരു എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്തായിരിക്കും എന്ന സംഗതി വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഓണപ്പരീക്ഷയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓണപ്പരീക്ഷയല്ല. ഓക്കെ, ഓണത്തിന് നമ്മൾ നടത്തുന്ന സാധാരണ ഒരു പരീക്ഷയാണോ എന്ന് വെച്ചാൽ അതില്ല. എന്നാൽ ക്ലാസ് ടെസ്റ്റ് ആണോ എന്ന് വെച്ചാൽ അതുമല്ല. പിന്നെ എന്താ സാറേ നടത്താൻ പോകുന്നത്, അതായിരിക്കും നിങ്ങളുടെ ഡൗട്ട് അല്ലേ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിക്സ്ചറായിട്ടുള്ള, അതായത് ഓണപ്പരീക്ഷയുടെ അതേ ഒരു സ്റ്റാൻഡേർഡുള്ള എന്നാൽ ക്ലാസ് ടെസ്റ്റിൻ്റെ അതൊരു മോഡലിൽ നടത്തുന്ന ഒരു എക്സാം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കണം, പരീക്ഷ എഴുതണം, അത്രയേ ഉള്ളൂ. അല്ലാതെ വെറുതെ എന്തല്ല ടീച്ചർ നാളെ രാവിലെ എക്സാം ഉണ്ടാവട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് രാത്രിയിട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതുന്ന പോലെ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യരുത്. അത് നിങ്ങളുടെ ഏറ്റവും വലിയ മണ്ടത്തിനായിരിക്കും. +1 നിങ്ങളുടെ ആദ്യത്തെ പരീക്ഷയാണ്, ഒരു കോമൺ ആയിട്ട് നടക്കാൻ പോകുന്ന ഫസ്റ്റ് എക്സാമാണ് നിങ്ങളുടെ +1 ഹയർ സെക്കൻഡറി ലൈഫിലെ ഫസ്റ്റ് എക്സാമാണ്. അത് വെറുതെ പോയിട്ട് മണ്ടത്തരം കാണിച്ച് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ഉള്ളത് മുഴുവൻ കളയാനുള്ളതല്ല. അപ്പോൾ എന്താണ് ഇത്തവണ പരീക്ഷയ്ക്ക് ഉണ്ടാവുക, ആ ഭാഗം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ സിലബസ് പ്രകാരം, അതായത് 2025 നിങ്ങളുടെ ഏറ്റവും പുതിയ സിലബസ് പ്രകാരം ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 5 ചാപ്റ്റേഴ്സാണ്. അതിൽ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ഭാഗത്തു നിന്നും 2 ചാപ്റ്റേഴ്സും സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ്, ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 3 ചാപ്റ്ററാണ് പറഞ്ഞിട്ടുള്ളത്. ആകെ മൊത്തം 5 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അതിൽ ഇന്ത്യൻ എക്കോണമിയിലെ ആദ്യത്തെ 2 ചാപ്റ്ററല്ല, ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഇയർ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇന്ത്യൻ എക്കോണമി 1950-1990 എന്ന് പറഞ്ഞത് ഓൾറെഡി ഇതിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് വൃത്തിയായിട്ട് വെച്ച് പഠിക്കാം. ഇനി പഠിക്കാനുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഭാഗമാണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന നമ്മുടെ പുസ്തകത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് 3 ചാപ്റ്ററാണ്. ആദ്യത്തെ 3 ചാപ്റ്റർ, ഫസ്റ്റ് സ്റ്റാറ്റിയുടെ ഇൻട്രൊഡക്ഷൻ പറയുന്ന ചാപ്റ്ററും പിന്നെ കളക്ഷൻ ഓഫ് ഡാറ്റയും ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയും. ഇത്രയും കാര്യമാണ് നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്. അപ്പോൾ ഇത് പഠിച്ചാൽ ഉണ്ടാകുന്ന നേട്ടം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന എക്സാം നടക്കാൻ പോകുമ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ നിലവാരം എന്ത് തന്നെ ആയിക്കോട്ടെ +1 ഒരു മികച്ച വിദ്യാർത്ഥിയായിട്ട് മാറാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ പാരൻസ് മീറ്റിംഗ് ഇനി ഈ പരീക്ഷ കഴിഞ്ഞ ഉടനെ സ്കൂളിൽ വിളിക്കും. ആ വിളിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ നിങ്ങളുടെ പാരൻസ് വന്നിരിക്കുന്ന സമയത്ത് അവർ തല ഉയർത്തിപ്പിടിച്ചിരിക്കണോ വേണ്ട എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന നിങ്ങളാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഹയർ സെക്കൻഡറി ലൈഫിലെ ആദ്യത്തെ ചവിട്ടുപടിയാണ് ഈ പറയുന്ന ഓണപരീക്ഷ എന്ന് പറഞ്ഞത്. അതിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു വലിയൊരു എമൗണ്ട് കോൺഫിഡൻസ് ഉണ്ട്. ആ എമൗണ്ട് വേണോ എന്നുള്ള കാര്യം നിങ്ങളെ തീരുമാനിക്കുന്നത്. ഈ 3 കാര്യങ്ങൾക്ക് നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മക്കളെ ബാക്കിയുള്ള കാര്യത്തേക്ക് നമ്മൾ പോവാണ്. എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്. ആദ്യമായിട്ട് ഇന്ത്യൻ എക്കോണമിയിലെ 1ാമത്തെ ചാപ്റ്റർ, ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് പറയുന്ന 1ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് ഇന്ത്യൻ എക്കോണമി ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ്, അതാണ് പ്രീ ബ്രിട്ടീഷ് പീരീഡ് എന്ന് പറഞ്ഞ് അതെങ്ങനെയായിരുന്നു നോക്കണം. അതുപോലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ്, ബ്രിട്ടീഷ് ഭരണകാലത്ത് എങ്ങനെയായിരുന്നു നോക്കണം. അതുപോലെ ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞു, നമ്മുടെ നാട്ടിൽ നിന്നും എന്താണ് ബ്രിട്ടീഷുകാർ യാത്രയായി അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ് 1947 അല്ലേ. ആ സമയത്ത് ഇന്ത്യൻ എക്കോണമി എന്തായിരുന്നു. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പരിശോധിക്കേണ്ടത്. അവിടെ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഈ 6 മേഖലയാണ് നോക്കേണ്ടത്. ഒന്ന്, ഇന്ത്യയുടെ കാർഷിക മേഖല നോക്കണം, ഇന്ത്യയുടെ വ്യാവസായിക മേഖല നോക്കണം, ഇന്ത്യയുടെ വിദേശ മേഖലയുടെ ഒപ്പം തന്നെ ജനസംഖ്യയുടെ ഘടന, തൊഴിൽ ഘടന, അടിസ്ഥാന സൗകര്യങ്ങൾ. ഈ 6 കാര്യങ്ങൾ 3+3 6 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ചാപ്റ്റർ തീർന്നു. അപ്പോൾ ഇത്രയും കാര്യമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി ഇതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു കാര്യമാണ്, ഇതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പഠനം നടത്തിയത് ആരാണ്, അതുപോലെ സ്റ്റാഗ്നേഷൻ ആൻഡ് ലോ പ്രൊഡക്ടിവിറ്റി എന്തായിരുന്നു, അതുപോലെ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണ്, ഫോറിൻ ട്രേഡ് എങ്ങനെയൊക്കെയായിരുന്നു, ഡെമോഗ്രാഫിക് ആൻഡ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ, ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഇന്ത്യ, ബ്രിട്ടീഷ് റൂളിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ്, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ.
വേണം, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കുക ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ നോക്കണം. അതോടൊപ്പം പ്ലാനിംഗ് കമ്മീഷൻ എന്താണെന്ന് നോക്കണം. ഈ പ്ലാനിംഗ് കമ്മീഷനും 5 ഇയർ പ്ലാനും കഴിഞ്ഞതിന് ശേഷം ലാൻഡ് റിഫോംസ്, അതുപോലെ ഗ്രീൻ റവല്യൂഷൻ, ഇത് രണ്ടും കാർഷിക മേഖലയിൽ വരുന്ന മാറ്റങ്ങളാണ്. കാർഷിക മേഖല ഉണ്ടായിരുന്ന ഭൂപരിഷ്കാരങ്ങളും അതുപോലെ ഹരിത വിപ്ലവം നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. അതുപോലെ IPR 1956 സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഈ രണ്ടും എന്താണ് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളായിരുന്നു. IPR എന്താണ്, അതുപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങളും എന്താണെന്ന് കൃത്യമായിട്ട് നോക്കുക. അതോടൊപ്പം ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലൈസൻസ് പെർമിറ്റ് രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ സർവീസ് സെക്ടറിലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നവരാണ്. ഈ പറയുന്ന രണ്ട് കാര്യം കൂടി നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്റർ തീർന്നു. നെക്സ്റ്റ് നിങ്ങൾ നോക്കണ്ടേ ഈ പറഞ്ഞ സ്റ്റാറ്റിയിലെ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ വളരെ കുറച്ച് കോൺസെപ്റ്റ് പഠിക്കാനുള്ളൂ. ആദ്യമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, CSO കേട്ടിട്ടുണ്ടാവും, അതുപോലെ ISI കേട്ടിട്ടുണ്ടാവും, അതുപോലെ NSO കേട്ടിട്ടുണ്ടാവും, NSSO കേട്ടിട്ടുണ്ടാവും, ആൻഡ് RGI. ഓക്കെ, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇനി ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ സാറേ എന്ന് പറയണേ, കേട്ടിട്ടില്ലേ കുഴപ്പമില്ല, ഇനി മുതൽ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഡെഫിനിഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അത് രണ്ട് തരണ്ട്, പ്ലൂറലും സിംഗുലറും പഠിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദ്യം വരും. നെക്സ്റ്റ് യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിക്കും. ഇനി ഇതല്ലാതെ ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് ചോദിക്കും, സ്റ്റാറ്റിയും എക്കണോമിക്സും തമ്മിലുള്ള റിലേഷൻ ചോദിക്കും, അല്ലെങ്കിൽ അതിൻ്റെ റെലവൻസ് ചോദിക്കാം, ഇമ്പോർട്ടൻസ് ചോദിക്കാം, റോള് ചോദിക്കാം, യൂസ് ചോദിക്കാം. ഈ 4 രീതിയിൽ ഏത് ചോദിച്ചാലും നിങ്ങൾ ഒരേ ഉത്തരമാണ് എഴുതേണ്ടത്. എന്താണ്? സ്ഥിതിവിവര കണക്കുകളും സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധമാണ് എഴുതേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യമാണ് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാനുള്ളത്. ഇനി സ്റ്റാറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ, അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്നാമതായിട്ട് പോപ്പുലേഷനും സാമ്പിളും എന്താണെന്ന് പഠിക്കുക, അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. അതോടൊപ്പം സെൻസസും സാമ്പിളിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക, അതും എഴുതാൻ വേണ്ടി പഠിക്കുക. പിന്നീട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ പറയുന്ന പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡുകളും അതുപോലെ സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സുകളുമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ദ്വിതീയ ദത്തങ്ങളുടെ ഉറവിടങ്ങളും അതുപോലെ പ്രാഥമിക ദത്തങ്ങൾ ശേഖരിക്കാനുള്ള വഴികളും നിങ്ങൾ നോക്കിക്കുക. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇംഗ്ലീഷിൽ പഠിക്കുക. കാരണം അല്ലെങ്കിൽ ഇനിയുള്ള ഓരോ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് വലിയ മുട്ടം പണിയാണ് കിട്ടാൻ പോകുന്നത്. കാരണം ടേമുകൾ പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഇംഗ്ലീഷിൽ പഠിക്കുക മക്കളെ. ഇംഗ്ലീഷിൽ പഠിച്ചോ, അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകാൻ പോകുന്നില്ല. ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുകയേ ഉണ്ടാവുള്ളൂ. ഞാൻ തരുന്ന വാക്കാണ്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് പേഴ്സണൽ ഇൻ്റർവ്യൂ. അടുത്ത പറയുന്നത് അതാണ്, പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്തുകൊണ്ടുള്ള നേട്ടങ്ങൾ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നതാണ്. അതുപോലെ സെക്കൻഡറി ഡാറ്റയുടെ മെറിറ്റ്സ്, അതിൻ്റെ നേട്ടങ്ങൾ, ഈ പറഞ്ഞ ദ്വിതീയ ദത്തങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങൾ, അതുപോലെ സാമ്പിളിംഗ് എററും നോൺ സാമ്പിളിംഗ് എററും. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സാമ്പിൾ എടുത്ത സമയത്ത് വളരെ ചെറിയൊരു സാമ്പിളാണ് എടുത്തത്. ഇത് ഏത് തരം തെറ്റിലാണ് പെടുക, അല്ലെങ്കിൽ ഏത് തരം പിശകിനാണ് പെടുക, ഓർത്ത് വെക്കുക. അതുപോലെ നമ്മൾ ഡാറ്റയും സാമ്പിളൊക്കെ എടുത്താൽ വളരെ കറക്റ്റായിരുന്നു. പക്ഷേ നമ്മൾ അവസാനം ഈ പറഞ്ഞ സർവേ നടത്തിയപ്പോൾ ഒരാൾ റെസ്പോണ്ട് ചെയ്യാതിരുന്നു, അല്ലെങ്കിൽ റെസ്പോണ്ടൻ്റ് ഒന്നും മിണ്ടാതിരുന്നു, അത് ഏതിലാണ് പെടുക. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് കൂടി കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇതും പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത്. അതോടുകൂടി നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്ററാണ് തേർഡ് ചാപ്റ്റർ, അഥവാ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. സിമ്പിളായിട്ട് പറയട്ടെ, വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റർ പഠിച്ചെങ്കിൽ മാത്രമേ തേർഡ് ചാപ്റ്റർ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റും. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് കയറുന്ന പോലെയാണ്. നിങ്ങൾ നോക്കിയേ, നിങ്ങളിപ്പോൾ പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഈ പറഞ്ഞ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പം ഒന്ന് സ്കിപ്പ് ചെയ്ത് രണ്ട് സ്കിപ്പ് ചെയ്ത് രണ്ടും പഠിച്ചു കഴിഞ്ഞാലേ മൂന്നാമത്തെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെന്തൊക്കെ വരും നോക്കാം. ഒന്ന്, ടൈപ്സ് ഓഫ് ഡാറ്റ. 4 ടൈപ്പ് ഡാറ്റ ഉണ്ട്. ക്രൊണോളജിക്കൽ, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് സ്പേഷ്യൽ, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ എന്ന് പറയുന്ന ഈ 4 ടൈപ്പ് നോക്കണം. അതോടൊപ്പം ടൈപ്സ് ഓഫ് വേരിയബിൾസ് അല്ലേ, നമ്മൾ പറയാറുണ്ട് വേരിയബിൾസ് എന്ന് പറയുമ്പം ഡിസ്ക്രീറ്റ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട് ആൻഡ് റോ വേരിയബിൾസ്. ഈ 3 ടൈപ്പുകൾ നോക്കണം. അതിൽ പറയുന്ന റോ, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ്, അസംസ്കൃത, വ്യതിരിക്ത, തുടർച്ചയായുള്ള ടേമുകൾ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, സന്തത തത്വങ്ങളും അസംസ്കൃത തത്വങ്ങളും വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ ഫ്രീക്വൻസി ആരെയും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും പഠിച്ചു വെക്കുക. അത് ചെയ്യാൻ പ്രോബ്ലമായിട്ട് ചോദിക്കുന്നതിന് കാൽക്കുലേഷൻസ് വെച്ച് കൃത്യമായിട്ട് ടാലി മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എങ്ങനെ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റാം, അതും ചോദിക്കാറുണ്ട്. ഇൻക്ലൂസീവ് ക്ലാസ് എന്താ, എക്സ്ക്ലൂസീവ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൺവേർഷൻ പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ത് ചെയ്യാം, തിയോറിറ്റിക്കലായിട്ട് ചോദിക്കാം. ഇത്രയും കാര്യമാണ് ഈ ചാപ്റ്റർ നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നോക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ എന്ത് ചെയ്തു, 100% കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യം പഠിച്ചിട്ടുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ഇനി ഇതെങ്ങനെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ,
എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇത് ഫോക്കസ് ചെയ്യുക, ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന ഏരിയകൾ കൃത്യമായിട്ട് പഠിക്കാം. ഇനി ഇത് പഠിക്കാനുള്ള വല്ല വഴിയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വഴിയൊന്നുമില്ല, നിങ്ങൾ പഠിക്കുക തന്നെ ചെയ്യാനുള്ളൂ. പക്ഷേ നിങ്ങളെ പഠനത്തെ ഒന്നും കൂടി ലഘൂകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടി ഒരു സംഗതിയാണ് എനിക്ക് ചെയ്യാൻ പറ്റും. വേറെ ഒന്നുമല്ല മക്കളെ, എജു ബോർഡിൽ കൊടുക്കുന്ന ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം എന്ത് തന്നെയായിരുന്നാലും ഒരു കാര്യം ഞാൻ പറയാം. എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകൾ +1 +2 CUT ഏത് ക്ലാസ് കൊടുക്കുകയാണെങ്കിലും അതിനെപ്പോഴും ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അറിയാം, ലൈവുകൾ നോക്കിയാൽ അറിയാം, വീഡിയോസ് നോക്കിയാൽ അറിയാം, ഏറ്റവും മികച്ച ക്വാളിറ്റികൾ എപ്പോഴും ക്ലാസ്സിൽ ഉണ്ടാവണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അങ്ങനെ വീഡിയോകളും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ആ ഒരു ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് തരുന്നു. +2 +1 ഏറ്റവും കൂടുതൽ കുട്ടികൾ നോക്കുന്ന ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. അത് കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിക്സ്. അതിൻ്റെ കാരണം ഇതെങ്ങനെ പഠിക്കണം എന്നറിയത്തുണ്ട്. അപ്പോൾ അതെങ്ങനെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കാം, എത്ര നന്നായിട്ട് പഠിക്കാം, എങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇതിനെ തൊട്ട് താഴെ കാണുന്ന നമ്പറുകളൊക്കെ ഉണ്ടാകും, അത് വെച്ച് നിങ്ങൾക്ക് നോക്കാം. പക്ഷേ എന്തായാലും മറക്കണ്ട, നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും ഓണപരീക്ഷ നിങ്ങൾക്ക് എഴുതാനുള്ളതാണ്. അത് പഠിക്കാനാണ്, പഠിച്ചിട്ട് പരീക്ഷ എഴുതാനാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓണം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മൈക്രോബിറ്റ് നോട്ടുകൾ, അതുപോലെ നോട്ടുകൾ, പിന്നെ അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ. ഓക്കെ, ഇതോടൊപ്പം മോഡൽ ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയായിരിക്കും, ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട സമ്മറികൾ, ഈ 5 കാര്യങ്ങളും അതിന് പുറമെയുള്ള കുറേ മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഫ്രീ ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നിന്ന് കിട്ടും. ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ വീണ്ടും കാണുമെന്ന വിശ്വാസത്തിൽ തൽക്കാലം ഞാൻ മൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഓണപരീക്ഷ നന്നായിട്ട് എഴുതുക. ലൈവുകളായിട്ട് നമ്മൾ കൂടെ ഉണ്ടാവും, നിങ്ങളും കൂടെ ഉണ്ടാവണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ.